ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ ഉസൂലു സലാസയാണ്, 3 അടിസ്ഥാന തത്വങ്ങൾ. അതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ളയുടെ. ബാറക്കല്ലാഹു ഫീക്കും. ഈ 3 അടിസ്ഥാന തത്വങ്ങൾ, അത് ഖബറിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ, മൻ റബ്ബുക്ക, മാ ദീനുക്ക, മൻ നബിയുക്ക, അതിന് ഉത്തരം പറയാനുള്ള വിജ്ഞാനങ്ങളാണ്. അതിൽ നമ്മൾ മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ അല്ലാഹു എന്ന് ഖബറിൽ പറയണമെങ്കിൽ അതിനുള്ള വിജ്ഞാനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഹഫിദക്കുമുല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാ ദീനുക്ക എന്ന് ചോദിച്ചാൽ നമുക്ക് ഇസ്ലാം എന്ന് പറയാൻ കഴിയണം ഖബറിൽ ചോദിച്ചാൽ. ഇപ്പോൾ ഒരാൾ ജന്മനാ മുസ്ലിമാണ്, അയാൾ വിശ്വസിക്കുന്നത് അയാളുടെ മതം ഇസ്ലാമാണ്. അല്ലെങ്കിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു, അപ്പോൾ അയാളുടെയും വിശ്വാസം എൻ്റെ മതം ഇസ്ലാമാണ്. പക്ഷേ അദ്ദേഹം പഠിച്ചത് ഇസ്ലാം പഠിപ്പിക്കാത്ത വിശ്വാസങ്ങളാണെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ, ഇസ്ലാം പഠിപ്പിക്കാത്ത വിശ്വാസങ്ങളും ഇസ്ലാമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭൂരിപക്ഷം സമൂഹവും പ്രചരിപ്പിക്കുന്നുണ്ട്, വിവിധ കക്ഷികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഖബറിൽ മാ ദീനുക്ക, നിൻ്റെ ദീൻ എന്താണ്, നിൻ്റെ മതം എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് വെക്കുന്നുണ്ടാവും, കുറേ ഉംറ ചെയ്തിട്ടുണ്ടാവും, കുറേ ഹജ്ജും ചെയ്തിട്ടുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, സദക്ക ധാരാളം കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഇസ്ലാം ദീൻ മതം പഠിപ്പിച്ച വിശ്വാസമല്ല അദ്ദേഹത്തിനാണെങ്കിൽ ഖബറിൽ മാ ദീനുക്ക എന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്ന് മറുപടി പറയാൻ സാധിക്കുകയില്ല. അള്ളാഹു നമുക്കെല്ലാം ഇൽമ വർദ്ധിപ്പിച്ചു തരട്ടെ, വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരട്ടെ. റബ്ബി സിദ്നി ഇൽമ. താരിഫുദ്ദീനി അൽ അസ്ലുസാനി മാരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല. ദീനിൻ്റെ അഥവാ മതത്തിൻ്റെ നിർവചനം. രണ്ടാമത്തെ തത്വം, മതത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ വിജ്ഞാനം തെളിവുകളോടെ അതറിയലാണ്. അതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള പറയുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ആദ്യത്തെ തത്വം, അതിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിശദീകരണം അവസാനിപ്പിച്ചപ്പോൾ, അഥവാ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിജ്ഞാനം നമ്മൾ തെളിവുകളോടെ പഠിച്ചല്ലോ. പിന്നെ അദ്ദേഹം എന്താണ്, ഇപ്പം രണ്ടാമത്തെ തത്വത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. അതാണ് ഇസ്ലാം മതത്തിൻ്റെ വിജ്ഞാനം തെളിവുകളോടെ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ തത്വമാണ് എന്ത്, ഇസ്ലാം ദീനിൻ്റെ വിജ്ഞാനം അത് തെളിവുകളോടെ ആണ്. എന്നിട്ട് അദ്ദേഹം അത് നിർവചിച്ചു, അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു. എന്നിട്ട് അതിൻ്റെ വിവിധ ദറജകൾ, വിവിധ തട്ടുകൾ അദ്ദേഹം പരാമർശിച്ചു. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ പ്രസ്താവന, ഇസ്ലാം ദീനിൻ്റെ വിജ്ഞാനം, അദ്ദീൻ മതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്താഅയാണ്, അനുസരണം. പറയപ്പെടുന്നു ദാനലഹു, അവനോട് കൽപ്പിച്ചതും എന്താണ് നിരോധിച്ചതുമെന്ന്, ഏതെല്ലാം നിരോധിച്ചതാണ് ഉപദേശിക്കുന്നതെന്നും അതിലവൻ അനുസരിച്ചു. ഇതാണ് അത് ദാനലഹു എന്ന് പറഞ്ഞാൽ. അവനെ അനുസരിച്ചു, എന്തൊക്കെ ആ വ്യക്തി അവനെ കൽപ്പിക്കുകയും ഏതൊക്കെ നിരോധനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്ന് കൽപ്പിച്ചത്. അപ്പോൾ അദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം
അത് കണക്കെടുക്കുക എന്നാണ്. അങ്ങനെയും അർത്ഥമുണ്ട്, ഉദ്ദേശമുണ്ട്. അതിൻ്റെ തെളിവാണ് അള്ളാഹുവിൻ്റെ വചനം മാലിക് യൗമിദ്ദീൻ. ഇവിടെ ദീന് വന്നു. പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. ഇത് നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹയിലെ 4-ാമത്തെ വചനമാണ്. അപ്പോൾ പറയപ്പെട്ടു ദാനഹു, അവനെ വിചാരണക്ക് വിളിച്ചു. അത് അള്ളാഹുവിൻ്റെ വചനത്തിൽ ഉള്ളതാണ്. വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. നിനക്ക് പ്രതിഫലത്തിൻ്റെ ദിവസത്തെക്കുറിച്ച് എന്താണ് അറിയുക? പിന്നീടും നിനക്ക് പ്രതിഫല ദിവസത്തിനെക്കുറിച്ച് എന്തറിയും? ഇത് സൂറത്തുൽ ഇൻഫിത്താർ 82-ാം അധ്യായം 17-18 വചനങ്ങളാണ്. പ്രതിഫലത്തിൻ്റെ ദിവസം അർത്ഥം യൗമല തംലികു നഫ്സുൻ ലി നഫ്സിൻ ഷൈഅ വൽ അംറു യൗമൈദിൻ ലില്ലാഹ്. ആ ദിവസം ആർക്കും അധികാരമുണ്ടാവുകയില്ല, ഒരാൾക്കും മറ്റൊരാൾക്കുടെ മേൽ അധികാരമുണ്ടാവുകയില്ല. തീരുമാനം ആ ദിവസത്തിൻ്റെ തീരുമാനം അത് അള്ളാഹുവിന് മാത്രമാണ്. ഇത് അടുത്ത വചനങ്ങളാണ്. ഇൻഫിത്താറിലെ 82-19 വചനം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രസ്താവന തെളിവുകളോടെ. അതിനർത്ഥം ഇസ്ലാം മതത്തിൻ്റെ വിജ്ഞാനം അത് തഖ്ലീദ്, പണ്ഡിതന്മാരെ അന്ധമായി പിൻപറ്റുന്നതല്ല, അല്ലെങ്കിൽ ഓരോരാളുടെ തന്നിഷ്ടം പ്രകാരവുമല്ല, മറിച്ച് അവന് അള്ളാഹുവിൻ്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും തെളിവ് ഉണ്ടാവണം. അവന് മതത്തിൻ്റെ വിജ്ഞാനമുണ്ട് എന്ന് പറയണമെങ്കിൽ. അല്ലാതെ പണ്ഡിതന്മാരെ അന്ധമായി പിന്തുടരുകയോ തന്നിഷ്ടപ്രകാരം തീരുമാനിക്കലോ അല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് മതം അറിയില്ലെങ്കിൽ അതിനർത്ഥം അവൻ അന്ധമായി പിന്തുടരാണ്, അല്ലെങ്കിൽ ജനങ്ങളെ അനുകരിക്കുകയാണ്. ഈ ഒരു വ്യക്തി ഒരിക്കലും മതത്തെക്കുറിച്ച് അറിയില്ല. ഇങ്ങനത്തെ വ്യക്തികളെക്കുറിച്ച് പറയാം, അവരോട് ഖബറിൽ ചോദ്യം ചെയ്താൽ അവൻ പറയും, എനിക്കറിയില്ല, ഞാൻ ജനങ്ങൾ പറയുന്ന ചിലത് കേട്ടത് ഞാൻ പറയുകയാണ്. അപ്പം അവരങ്ങനെയാണ് ഖബറിൽ മറുപടി പറയുക. അല്ലാണ്ട് മൻ റബ്ബുക്കാന്നോ മാ ദീനുക്കാന്നോ മൻ നബിക്കാന്ന് പറഞ്ഞാലുള്ള ശരിയായ ഉത്തരം അവർക്ക് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് വ്യക്തികൾക്ക് നിർബന്ധമാണ് മതത്തെക്കുറിച്ച് അറിയാനും അതിൻ്റെ തെളിവുകൾ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും അവൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ നിന്നും ഇതറിയണമെങ്കിൽ പഠിക്കുക തന്നെ വേണം, വേറൊരു വഴിയുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി എന്താ നിർവചനം ഇസ്ലാമിൻ്റെ? വഹുവൽ ഇസ്തിസ്ലാമു ലഹു ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്വാഅതി വൽ ബറാഅതു മിനശ്ശിർക്കി വഅഹ്ലിഹി. അത് അള്ളാഹുവിന് സമർപ്പിക്കലാണ് തൗഹീദിൽ, അവൻ്റെ അനുസരണത്തിൽ വഴിപ്പെടുകയും ഷിർക്കിൻ്റെയും അതിൻ്റെ ആളുകളിൽ നിന്നും ഒഴിവാകലുമാണ്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാ പറയുന്നു, അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതെടുത്തിരിക്കുന്നത് ഒരു വസ്തുവിന് സമർപ്പിക്കലാണ്. ആരെങ്കിലും വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്, അപ്പോൾ അഥവാ ഇപ്പോൾ പറയാണ് അവൻ കൊലക്ക് സമർപ്പിച്ചു, അവൻ സ്വയം കൊലക്ക് സമർപ്പിച്ചു, അതിനർത്ഥം അവൻ കൊലക്ക് വേണ്ടി കീഴടങ്ങി, സ്വയം കീഴടങ്ങി. അതുകൊണ്ട് പറയപ്പെടുന്നു അവൻ ഒരു വസ്തുവിന് വേണ്ടി സമർപ്പിച്ചു.
അവൻ അതിനു വേണ്ടി വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുഖം, അവൻ്റെ ലക്ഷ്യം, അവൻ്റെ ഉദ്ദേശം അള്ളാഹുവിന് വേണ്ടി ആക്കലാണ്, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കലാണ്. മുഖവും ലക്ഷ്യവും ഉദ്ദേശവും. അള്ളാഹു പറഞ്ഞു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബ മില്ലത ഇബ്രാഹീമ ഹനീഫ. ആരാണ് മതത്തിൽ ഏറ്റവും നല്ലവൻ? അവൻ്റെ മുഖത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കലാണ്. അഥവാ അള്ളാഹുവിൻ്റെ തൗഹീദ്, അവൻ നല്ലവനായിക്കൊണ്ടാണ് അത് ചെയ്യുന്നത്. അവൻ ഇബ്രാഹിമിൻ്റെ മതത്തെ, ഇബ്രാഹിമിൻ്റെ മാർഗത്തെ ആണ് പിന്തുടരുന്നത്. ഹനീഫായ, അത് തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. അത് അല്ലാഹു അല്ലാതെ ആരെയും ആരാധിക്കാത്ത അതാണ് വഴിയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വഴി. ഇത് സൂറത്ത് നിസായിലെ 4-ാം അധ്യായം 125-ാം വചനാണ്. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി. അതെ, ആര് അവൻ്റെ മുഖം അള്ളാഹുവിനും സമർപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം നിഷ്കളങ്കമായിട്ട് അവൻ വഴിപ്പെടുന്നു. അള്ളാഹുവിന് അവൻ്റെ തെരഞ്ഞെടുപ്പും അവൻ്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും അവൻ്റെ സ്നേഹവുമെല്ലാം അള്ളാഹുവിന് വഴിപ്പെടുന്നു. അള്ളാഹുവിന് തൗഹീദിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഏകനാക്കലാണ്. ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. ഇതാണ് തൗഹീദിൻ്റെ അർത്ഥം. അതുകൊണ്ട് അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, ആരെയും ഒന്നിനെയും അവനോട് പങ്കു ചേർക്കുന്നില്ല എങ്കിൽ അവൻ അള്ളാഹുവിന് സമർപ്പിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രസ്താവന, അള്ളാഹുവിനെ തൗഹീദിൽ സമർപ്പിക്കുക, അതിനർത്ഥം അള്ളാഹു കൽപ്പിച്ചത്, നിന്നോട് അള്ളാഹു കൽപ്പിച്ചതും നിന്നോട് അള്ളാഹു നിരോധിച്ചതും. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് അള്ളാഹു നിന്നോട് എന്താണോ കൽപ്പിച്ചത് അതാണ്. നീ ഉപേക്ഷിക്കേണ്ടത് അള്ളാഹു നിന്നോട് എന്താണോ നിരോധിച്ചത് അതാണ്. അത് അള്ളാഹുവിനോടുള്ള അനുസരണത്തിൻ്റെ കാരണത്താൽ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, ഷിർക്കും അതിൻ്റെ ആളുകളിൽ നിന്നും ഒഴിവാകുക. അതിനർത്ഥം അൽ ബറാ, അത് ബന്ധം മുറിക്കലാണ്, വലിയലാണ്. ഷിർക്കിനോടും അതിൻ്റെ ആളുകളോടും അകൽച്ച ചെയ്യലാണ്. അവരുടെ അസത്യത്തിൽ, ഷിർക്കിൻ്റെ അസത്യത്തിൽ അവിശ്വസിക്കുകയും അതിൽ നിന്ന് ബഹുദൂരമാവുകയും ചെയ്യുക. അതിൻ്റെ കൂടെ വിശ്വസിക്കൽ നിർബന്ധമാണ്. മുശ്രിക്കുകളോട്, ബഹുദൈവാരാധകരോട് ശത്രുത ഉണ്ടാവണമെന്ന്. കാരണം അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്. അവരെ ഉറ്റമിത്രങ്ങളായി നിങ്ങളാക്കരുത്. അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ ആണ്. കാരണം അവരെ നിങ്ങൾ ശത്രുക്കളായി എടുക്കണം. കാരണം അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്. അവൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശത്രുക്കളാണ്. മതത്തിൻ്റെ ശത്രുക്കളാണ്. അവരെ സ്നേഹിക്കാൻ പാടില്ല, അവരോട് കൂറ് പുലർത്താൻ പാടില്ല. അവരോട് മതത്തിൻ്റെ കാര്യത്തിൽ ബന്ധം വിച്ഛേദിക്കണം. അവരിൽ നിന്ന് അകൽച്ചയുണ്ടാക്കണം. അവരേത് അസത്യത്തിലാണോ അതിൽ അവിശ്വസിക്കുകയും വേണം. അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കരുത്. അവരുടെ കർമ്മങ്ങളോ പ്രസ്താവനകളോ അതിനോട് സഹായിക്കരുത്. കാരണം അവർ നിൻ്റെ റബ്ബിൻ്റെ ശത്രുക്കളാണ്, നിൻ്റെ മതത്തിൻ്റെ ശത്രുക്കളാണ്. എങ്ങനെ അവരോട് കൂറ് പുലർത്തും? അവർ ഇസ്ലാമിൻ്റെ
ശത്രുക്കളായ അവസ്ഥയിൽ. അതുകൊണ്ട് അള്ളാഹുവിനോട് സമർപ്പിച്ചത് കൊണ്ട് മാത്രം പോരാ, അവനോട് വഴിപ്പെട്ടത് കൊണ്ട് മാത്രം പോരാ. എങ്ങനെ വഴിപ്പെടുക? അനുസരണത്തിൽ വഴിപ്പെടുത്തത് മാത്രം പോരാ, മറിച്ച് നിങ്ങൾ ഷിർക്കിനോട് ഒഴിവായിട്ടില്ലെങ്കിൽ മുശ്രിക്കുകളോടും ഒഴിവാകാതെ അത് പോരാ. നിങ്ങളെ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കുകയില്ല നിങ്ങൾക്ക് ഈ 3 ഗുണവിശേഷങ്ങൾ ഉണ്ടായാലല്ലാതെ. 1. തൗഹീദിൽ അള്ളാഹുവിനോട് സമർപ്പിക്കുക. 2. അനുസരണത്തിൽ അള്ളാഹുവിനോട് വഴിപ്പെടുക. 3. തൗഹീദും അനുസരണത്തോടും വിരുദ്ധമായതിൽ നിന്ന് അഥവാ ഷിർക്കിൽ നിന്ന് ഒഴിവാകുക. 4. ഷിർക്കിൻ്റെ ആളുകളിൽ നിന്നും ഒഴിവാകുക. ഈ വിശേഷണങ്ങൾ യാഥാർത്ഥ്യമാക്കിയാൽ നീ ഒരു മുസ്ലിമാണ്. ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ അപ്പോൾ അത് കാരണം നീ മുസ്ലിം ആവുകയില്ല. അതുകൊണ്ട് ഈ 3 പ്രസ്താവനകൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സംഗ്രമിച്ചതാണ് ഇസ്ലാമിൻ്റെ നിർവചനം. എത്ര ആളുകൾക്ക് അറിയാം ഇസ്ലാമിൻ്റെ അർത്ഥം? കാരണം അവരൊന്നും പഠിക്കുന്നില്ല. അവരോട് ചോദിക്കപ്പെട്ടാൽ എന്താണ് ഇസ്ലാം, അവർക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല. ശരിയായ രീതിയിൽ ഉത്തരം പറയാൻ കഴിയുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബഹുദേവാരാധകർ ശത്രുക്കളാണത് പൊതുവായിട്ടാണ്. എന്നാൽ പ്രകൃതിപരമായ ഒരു സ്നേഹമുണ്ട്. അത് നമ്മളെ അടുത്ത കുടുംബക്കാരോട്, നമ്മളെ മാതാപിതാക്കളോട്, അതേപോലെ നമ്മളോട് അടുത്ത് ബന്ധപ്പെടുന്ന മുസ്ലിങ്ങളോട്, നമ്മളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളോട് അവരോട് നമുക്ക് ഉണ്ടാവും, പ്രകൃതിപരമായിട്ട് തന്നെ സ്നേഹം ഉണ്ടാവും. മുഹബ്ബത്തു തബിയ. കാരണം ഖുർആനിൽ തന്നെ ആയത്താണ് അബൂ താലിബിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞപ്പം അള്ളാഹു പറഞ്ഞതാണെന്ത്? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. നിനക്കിഷ്ടമുള്ള ആളെ, നീ സ്നേഹിക്കുന്ന ആൾ നിനക്ക് കഴിയൂല, നിനക്ക് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ബഹുദൈവാരാധകർ നിന്നെ, അതായത് നീ ഒരു മുസ്ലിം ആണെങ്കിൽ, ഈ മാതാപിതാക്കൾ ബഹുദൈവാരാധകരാണെങ്കിൽ അവർ 2 പേരും നിന്നോട് ഷിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കരുത്. അപ്പോൾ ഇസ്ലാമിന് വിരുദ്ധമായി ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കരുത്. എന്നാൽ സ്വാഹിബുഹും ഫി ദുനിയ മഅറൂഫൻ. ദുനിയാവിൻ്റെ കാര്യത്തിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ അവരോട് നിൽക്കണം. അവരെ മാതാപിതാക്കളെ പോലെ തന്നെ പരിഗണിക്കണം. അവർ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് അകൽച്ചയും ബഹിഷ്കരണവും ഒന്നും ചെയ്യാൻ പാടില്ല. സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു പ്രകൃതിപരമായ സ്നേഹം എന്നൊരു വിഷയമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. കാരണം ഇവിടെ ആശയക്കുഴപ്പം വരാൻ പാടില്ല. അതുപോലെ ദുനിയാവിൻ്റെ കാര്യത്തിൽ മഅറൂഫ എന്ന് മാതാപിതാക്കളോട് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ മുശ്രിക്കുകളോടും കാഫിറുകളോടും. അവരോട് കച്ചവട ഇടപാടുകൾ നടത്താം, അവരുടെ വീട്ടുകളിൽ ക്ഷണിച്ചാൽ പോകാം, ഹറാമല്ലാത്തതാണെങ്കിൽ, ശറഅ് തടസ്സമൊന്നുമില്ലെങ്കിൽ, അങ്ങനത്തെ ദുനിയവിയായ എല്ലാ ബന്ധങ്ങളും. അവർ അയൽപ്പക്കക്കാരാണെങ്കിൽ ഹദീസിൽ പറഞ്ഞ അയൽപ്പക്കക്കാരുടെ എല്ലാം അവർക്ക് ബാധകമാണ്. കാരണം ഹദീസിൽ മുസ്ലിമായ അയൽവക്കക്കാർ എന്നല്ല പറഞ്ഞു, മനസ്സിലായോ? അയൽവക്കക്കാർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുസ്ലിം ആകട്ടെ അവരോട് നമ്മൾ ബന്ധം കീപ്പ് ചെയ്യാൻ പറഞ്ഞതൊക്കെ ഇതൊക്കെ അത് ഈ ബഹുദൈവ ആരാധകർക്കും മുശ്രിക്കുകൾക്കും ബാധകമാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.